ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്ന സകല ഉപകാരങ്ങളും നന്മകളുമാണ്. ഹല്ലേലൂയ. ആ നന്മകളെയും ഉപകാരങ്ങളെയും കുറിച്ച് പറയുക എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ ഒന്നാണ്. അതിലൂടെ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാനിടയായിത്തീരും. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് സാക്ഷിപ്പാന് ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വിലയേറിയ ദാസി ലിജിമോളാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഓക്കെ ലിജിമോളെ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നുവോ? അതെ ആന്റി, ദൈവകൃപയാൽ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. കർത്താവ് നടത്തിയ വിധങ്ങളെയും വഴികളെയും ദൈവം ചെയ്ത ഉപകാരങ്ങളെയും ഒക്കെ വർണ്ണിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് രണ്ടുപേർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങളും വഴികളും, അങ്ങ് ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളും നന്മകളും ഒക്കെയും വർണ്ണിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, നിങ്ങളുടെ സാന്നിധ്യം കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ സാക്ഷ്യം അനേക ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവും ഉത്തേജനവും ഉണർവുമായി തീരുവാന് കർത്താവെ, ജീവിക്കുന്നവനായ ഒരു കർത്താവിന്റെ മഹത്വം ഹല്ലേലൂയ ലോകം തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവദാസി എവിടെ നിന്നാണ് ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ റാസൽ ഖൈമയിലാണ്, UAE റാസൽ ഖൈമയിലായിരിക്കുന്നു ഇപ്പോൾ. ഓക്കെ. കുടുംബമായിട്ടാണല്ലോ? അതെ അതെ, കുടുംബമായിട്ടാണ്. ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളും. ഓക്കെ. 3 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ആയിട്ട് അവിടെ ആയിരിക്കുന്നു. ഓക്കെ. ദൈവദാസി, ദൈവം നടത്തിയ വിടുതലുകളും വഴികളും ദൈവം ചെയ്ത ഉപകാരങ്ങളും ഒക്കെ ദൈവത്തിന്റെ ദാസി പ്രസ്താവിച്ചാട്ട്. ആമേൻ, സ്തോത്രം. താങ്ക് യു ആന്റി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ തന്ന ആ വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇപ്രകാരം ഒരു അവസരം തന്ന ജോയ്സ് ടിവിക്കും കർത്തദാസിക്കും അതുപോലെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലീലാമാന്റിക്കുമുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. എന്റെ പേര് ലിജിമോൾ ജേക്കബ് എന്നാണ്. ഞാന് ഹസ്ബൻഡ് 3 കുഞ്ഞുങ്ങള്, ഞങ്ങൾ കുടുംബമായിട്ട് റാസൽ ഖൈമയിലായിരിക്കുന്നു, UAE. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എന്റെ മോന്റെ ദൈവം കൊടുത്ത ഒരു വലിയ വിടുതലിന്റെ സാക്ഷ്യമാണ്. ആമേൻ. ആശുപത്രി കിടക്കയിൽ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമുണ്ട്, എന്റെ കുഞ്ഞിന്റെ വിടുതലിന്റെ സാക്ഷ്യം അനേകരോട് പറഞ്ഞോളാമെന്ന്. അപ്പൊ ഞാൻ സാക്ഷ്യം പറയാമെന്ന് തീരുമാനം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത്, ഈ റാസൽ ഖൈമയിൽ പ്രാർത്ഥിച്ച അനേക ചർച്ചകളുണ്ട്, ഈ ചർച്ചകളിലൊക്കെയും പോയി പറയാം, പിന്നെ നാട്ടിൽ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ചർച്ചകളിലൊക്കെ കൂടെ പറയാമെന്നാണ്. പക്ഷെ എന്നാൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്റെ തീരുമാനത്തെ അംഗീകരിച്ചതുപോലെ ജോയ്സ് ടിവി എന്ന പ്രിയ ആന്റി എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ജോയ്സ് ടിവിയിലൂടെ അനേകരിലേക്ക് ഈ സാക്ഷി എത്താൻ പോകുന്നു എന്നറിഞ്ഞതിന്റെ വളരെ സന്തോഷമുണ്ട്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് മോന്റെ കാര്യം മാത്രമല്ല, ലിജി സിസ്റ്റർ കർത്താവിനെ കണ്ടുമുട്ടിയതും മാതാപിതാക്കളുടെ അങ്ങനെ ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം ദേവദാസിക്ക് പറയാവുന്നതാണോ? ഓക്കെ ആന്റി. അപ്പൊ ഞാൻ ആദ്യം എന്റെ മോന്റെ വിടുതലിന്റെ സാക്ഷ്യം പറയാം. അതിനുശേഷം സമയം അനുവദിക്കുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ചും പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ മോന്റെ പേര് ജോനാഥൻ എന്നാണ്. എന്റെ മോന് പെട്ടെന്ന് ആണ് ഒരു പനിയും ഒരു മുട്ടിന് വേദനയും ഇവിടെ റാസൽ ഖൈമയിൽ വെച്ചുണ്ടാവുന്നത്. മോന് 6 വയസ്സ്. ഇപ്പൊ ഈ ജനുവരി ആയപ്പോ 7 വയസ്സായി. മൂത്ത മോനാണോ? മൂത്ത മോനല്ല, നടുക്കത്തെ ആളാണ് മോന്. മൂത്തതൊരു മോള്, രണ്ടാമത്തെ മോന്, പിന്നെ ഒരു മോള്. അങ്ങനെ 3 കുഞ്ഞുങ്ങളാണ്. 2 പെൺകുഞ്ഞുങ്ങളും ഒരു മോനുമാണുള്ളത്. ആ മോന് ഗ്രേഡ് 1 പഠിക്കുന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു വെക്കേഷൻ പോയി. ആ വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന്
ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പനി അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ആ പനി കുറഞ്ഞു. വീണ്ടും ഒരു ഡിസംബർ 11 2023 കൂടെ ആ പനി അങ്ങ് വളരെയധികം കൂടുകയും ഞങ്ങൾ പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ 2 ദിവസം നോക്കിയിട്ടും പനിക്ക് യാതൊരു കുറവുമില്ല. അതുപോലെ കുഞ്ഞിന്റെ ലെഫ്റ്റ് നീയിൽ ഭയങ്കര പെയിൻ, കുഞ്ഞ് കാലനക്കാൻ മേല, നടക്കാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെ കൊണ്ടുപോയി. അവര് പറഞ്ഞു വൈറൽ ഫീവർ ആണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമാകുന്ന മരുന്നുകളൊക്കെ തന്നു. പക്ഷെ എന്നാൽ 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് അവൻ വളരെ സിക്കായിട്ട്, വളരെ അവശനായിട്ട് ഒരു അവസ്ഥയിലാണ്. പെട്ടെന്ന് ഞാൻ എൻ്റെ യൂണിഫോം പോലും ചേഞ്ച് ചെയ്തില്ല. പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ റാസൽ ഖൈമയിലുള്ള സക്കാർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ എമർജൻസിയിലേക്ക് കടന്നുപോയി. അവിടെ എമർജൻസി ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും വന്ന് പരിശോധിച്ചു. പെട്ടെന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പീഡിയാട്രീഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ പീഡിയാട്രീഷ്യൻ വന്ന് കുഞ്ഞിന്റെ കണ്ട ഉടനെ പീഡിയാട്രീഷ്യൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. സാധാരണ ഒരു പനി വരുന്ന പോലെ വന്നു, എന്തുകൊണ്ടാണ് ഡോക്ടർ പെട്ടെന്ന് ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ഐസിയിലേക്ക് തന്നെ കുഞ്ഞിനെ അവർ ഷിഫ്റ്റ് ചെയ്തു. എല്ലാ ബ്ലഡ് റിപ്പോർട്ടുകളും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യാനുള്ള ബ്ലഡൊക്കെ കളക്ട് ചെയ്തിട്ട് ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ ഒരു വലിയ ദൈവകൃപയുണ്ടായി. ഐസിയിൽ എൻ്റെ കുഞ്ഞിന്റെ കൂടെ നിൽക്കുവാൻ അവരെന്നെ അനുവദിച്ചു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും കടന്നു വരുവാനും ഒക്കെ അനുവദിച്ചു. അങ്ങനെ ഒരു ദൈവകൃപ ഞങ്ങൾക്ക് അവിടെ ഈ ഹോസ്പിറ്റലിൽ ഉടനീളം ഞങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഐസിയുയിൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലല്ല, അത് വേറൊരു ഹോസ്പിറ്റലാ. പക്ഷെ ആ മിനിസ്ട്രിയുടെ അണ്ടറിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഐസിയുവിനകത്ത് ചെന്നപ്പോൾ തന്നെ അവിടെ ഡോക്ടേഴ്സ് എല്ലാം വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ 2 ഡോക്ടേഴ്സ് തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു, ഹീസ് ക്രിട്ടിക്കൽ എന്ന്. പക്ഷെ അതുവരെ കുഞ്ഞിന്റെ യഥാർത്ഥ കണ്ടീഷൻ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് നേരിട്ട് അല്ലാതെ പറയുന്നുണ്ടെങ്കിലും അവര് തമ്മിൽ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് എൻ്റെ മോന്റെ സിറ്റുവേഷൻ അത്ര സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അവർ എമർജൻസി ആയിട്ടുള്ള മാനേജ്മെന്റുകളൊക്കെ അവിടെ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മോന്റെ ബിപിയും സാച്ചുറേഷനും എല്ലാം താണു വരികയാണ്. ആമേൻ. അവര് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഡോക്ടർ ഓർഡർ കൊടുക്കുന്നു, സിസ്റ്റേഴ്സ് പല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. പക്ഷെ ഇത് കണ്ട് എനിക്ക് മനസ്സിലായി എത്രത്തോളം സീരിയസ് ആണ് മോന്റെ കണ്ടീഷൻ എന്ന് മനസ്സിലായി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് മോൻ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് സെപ്റ്റിക് ഷോക്ക് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോയി. അത് സെപ്റ്റിക് ഷോക്ക്, അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ വൺസ് ഈ സെപ്റ്റിക് ഷോക്കിലേക്ക് പോയാൽ ഹൃദയത്തിന്റെ പമ്പിങ് ഒക്കെ കുറഞ്ഞിട്ട് ബ്ലഡ് സാച്ചുറേഷനൊക്കെ BP സാച്ചുറേഷനൊക്കെ താഴോട്ട് പോകും. പിന്നെ അതിൽ നിന്നൊരു അപ്പോഴുള്ള മറ്റു ഓർഗൻസുകളിലൊക്കെ ബ്ലഡ് കിട്ടുന്ന കുറയും, അത് എല്ലാ ഓർഗനെയും ബാധിക്കും. അങ്ങനെ ആദ്യത്തെ ബ്ലഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആണ് മനസ്സിലായത് ബ്ലഡിൽ ഒരു കൾച്ചറിൽ ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ ആ ബാക്ടീരിയ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തില്ല. പക്ഷെ ആ സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് കുഞ്ഞിനെ സെപ്റ്റിക് ഷോക്ക് എന്നുള്ള സിറ്റുവേഷനിലേക്ക്. ഇതെല്ലാം സംഭവിക്കുന്ന 5 ദിവസത്തിനുള്ളിൽ. വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു ഇത്ര പെട്ടെന്ന്? എവിടെയാണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയാനോ പറയാനോ പറ്റുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവർ നോക്കാതെ വേണ്ട ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ അവിടെ ചെയ്തു. അങ്ങനെ ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോൾ കിഡ്നി, ലിവർ, ഇതിനെ എല്ലാ അവയവങ്ങളെയും ഈ ഇൻഫെക്ഷന്റെ ഇതുകൊണ്ട്, ഈ സെപ്റ്റിക് ഷോക്ക് എന്ന കണ്ടീഷൻ ബാധിച്ചത് കൊണ്ട് അത് കിഡ്നിയെ, ലിവറിനെ എല്ലാം അഫക്റ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഓരോ BPയും താന്നു പോകുമ്പോൾ, ഓരോ സാച്ചുറേഷനും താന്നു പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോനെ കുറിച്ച് കേട്ട ഒരു വാഗ്ദത്തമുണ്ട്. എൻ്റെ ഞാൻ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ്, കുറെ നാള് മുമ്പ് ഒരു ദേവദാസൻ ഞങ്ങളോട് വിളിച്ച് ഇങ്ങനെ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവം നിങ്ങൾക്ക് ഒരു ആൺ തലമുറയെ തരാൻ പോകുന്നു, അവൻ കർത്താവിന്റെ അഭിഷിക്തനാണെന്ന്. പക്ഷെ അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയി 3 മാസം കഴിഞ്ഞാണ് എന്നെ ചികിത്സിച്ച് ഡോക്ടർ പറയുന്നത് ഒരു ആൺകുഞ്ഞാണ്. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ്, ആ ഡോക്ടർ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവ് ഹല്ലേലൂയ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞൊരു ദൈവമുണ്ട്. ഞാൻ അവിടെ നിന്ന് ICUവിൽ നിന്നുകൊണ്ട് ഞാൻ ആ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, എന്റെ മോനെ കുറിച്ച് കർത്താവ് എന്നോട് അരുളി ചെയ്തൊരു വാഗ്ദത്തമുണ്ട്, അവൻ എന്റെ അഭിഷിക്തനാ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാന്ന് ഞാൻ അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് പറഞ്ഞു.
അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വിശ്വാസികളും ദൈവീക വിടുതൽ വിശ്വാസമുള്ള ചില സിസ്റ്റേഴ്സും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നുമില്ല എന്ന് പറഞ്ഞവർ സപ്പോർട്ട് ചെയ്തു. അവൻ ദൈവമക്കൾ എവിടെ പോയാലും ദൈവം അവർക്ക് വേണ്ടി കരുതുന്നത്, പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടത്തെ അവിടെ ഒരുക്കുന്നത്, അതൊക്കെയും എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി. അവരെല്ലാം കുഞ്ഞിന്റെ അടുത്ത് വന്നു. ഞാൻ കുഞ്ഞിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അവനൊന്നും സംഭവിക്കുകയില്ല. എങ്കിലും എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നല്ലോ എന്നുള്ള ഭാരമുണ്ടെങ്കിൽ പോലും എനിക്കത് വലിയൊരു ഉറപ്പായിരുന്നു അത്. കാരണം എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ഞാൻ അത് പറഞ്ഞപ്പം അവർക്കും എന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കും ഭയങ്കര ഒരു ധൈര്യം. അവരും പറഞ്ഞ, ബാ സിസ്റ്ററെ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞവര് കുഞ്ഞിന്റെ കട്ടിലിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ എൻ്റെ കുഞ്ഞിന്റെ BP-യും സാച്ചുറേഷനും ഒക്കെ താണു വന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ വന്ന് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല, കാരണം ചിലപ്പോൾ മോന് വെന്റിലേറ്ററി സപ്പോർട്ടൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ ഈ ഹോസ്പിറ്റലിന് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അബുദാബിയിലുള്ള ഷെയ്ഖ് ഖലീഫ എന്ന ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ ഷാർജയിലുള്ള അൽകാസ്മി എന്ന ഹോസ്പിറ്റലിലോട്ടോ നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് പോകണം. കാരണം കുഞ്ഞിന്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, അവന് ചിലപ്പോൾ വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടി വരും എന്നൊക്കെ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. ആ ഡോക്ടർ എന്നോട് പറയുമ്പോഴും ആ ഡോക്ടറിന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. ആമേൻ, അത്ര ഒരു ഇതിലാണ് അവരെന്നോടത് അറിയിക്കുകയുണ്ടായത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു. എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അബുദാബി വളരെ ദൂരെയാണ് ഞങ്ങൾക്ക് ഇവിടെ റാസൽ ഖൈമയിൽ നിന്ന്, എന്നാൽ ഷാർജയാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത്. അങ്ങനെ ഹോസ്പിറ്റലുകാർ പെട്ടെന്ന് തന്നെ ഷാർജ അൽകാസ്മിയിലുള്ള ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവര് പറഞ്ഞു ICUയിൽ അവർക്ക് ബെഡ് ഇല്ലെന്ന് അവര് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ സിസ്റ്റേഴ്സ് ഞങ്ങളെല്ലാം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അൽകാസ്മിയിൽ നിന്ന് ഒരു കോള് വന്നു, ഞങ്ങൾ ഇവിടെ ബെഡ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഈ ഷാർജയിലുള്ള അൽകാസ്മി ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അങ്ങനെ 4-5 ദിവസങ്ങളാണ് മോൻ ICUയിൽ കിടന്നത്. അപ്പൊ ICUയിൽ കിടന്നപ്പോൾ ഒരു സെൻട്രൽ ലൈൻ ഇട്ടിട്ട് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻ എന്റെ കുഞ്ഞിന്റെ ശരീരത്തൂടെ ഒരേ സമയം കടന്നുപോയി. ഹല്ലേലൂയ. അപ്പോഴൊക്കെ അവര് പറയുന്നുണ്ട്, കുഞ്ഞു കോൺഷ്യസ് ആണോ എന്ന് എപ്പോഴും നോക്കിക്കോണം, അവനെ എപ്പോഴും അലേർട്ടായി ഇരുത്തണം എന്ന് പറയും. അവന്റെ മുന്നിൽ യാതൊരു പ്രയാസങ്ങളും കാണിക്കില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ കോൺഷ്യസ്നെസ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ട് അവൻ ഭയങ്കര ടെൻഷനായി, എന്തൊക്കെയോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു എന്റെ മോന്. പക്ഷെ അവര് അവിടെ ചെന്നപ്പോഴും ICUയിൽ അവർ എന്നെ നിൽക്കാൻ അനുവദിച്ചു. അതൊക്കെ ഒരു വലിയ ദൈവകൃപയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ അവിടെ നിൽക്കാൻ അനുവദിച്ച ഒരു ദൈവിക പദ്ധതിയായിരുന്നു. കാരണം എന്റെ കുഞ്ഞ് കടന്നുപോയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കണ്ട് അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയണമെങ്കിൽ ഞാൻ അവിടെ നിന്നേ മതിയാകുകയുണ്ടായിരുന്നുള്ളൂ. അതേ സമയത്ത് എപ്പോഴും ഒരു ICU പേഷ്യന്റിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ICUവിന്റെ പുറത്ത് നിന്ന്, ഒരിക്കലും അകത്ത് നിന്ന് നമ്മൾ അവരെ കാണുന്നില്ല. എന്നാൽ ഞാൻ എന്റെ കുഞ്ഞിന്റെ ഓരോ അവസ്ഥയും, അവൻ കടന്നുപോയ ക്രിട്ടിക്കൽ സിറ്റുവേഷനും ഡോക്ടേഴ്സിന്റെ ടെൻഷനും അവർ മാനേജ് ചെയ്യുന്നതും എല്ലാം കണ്ടുകൊണ്ട് നോക്കി നിന്നു. ഞങ്ങളോട് അന്നേരം പലരും പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ഈ കുഞ്ഞിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയി, ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒന്നും ഒത്തിരി എക്സ്പേർട്ട് അല്ല, ആമേൻ, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുപോയി ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അവരോടൊക്കെയും പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ എവിടെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയാലും സൗഖ്യമാക്കുന്ന കർത്താവ് ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. എവിടെയാണെങ്കിലും ആ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. ആ ഡോക്ടേഴ്സ് അവര് പല രാജ്യക്കാരാ. പക്ഷെ അവര് നിന്ന് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് ശക്തിയോടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്റെ കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളെയും കാൽവരിയുടെ രക്തത്താൽ മുദ്രയിട്ട് ഞാൻ അവർക്ക് പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർക്ക് കഴിവില്ലെങ്കിൽ കഴിവ് കൊടുക്കണമേ, അവർക്ക് ചെയ്യാൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് എന്താണെന്ന് അപ്പൊ അവർക്ക് അറിയിച്ചു കൊടുക്കണമേ. വേണ്ട ട്രീറ്റ്മെന്റ് എന്റെ കുഞ്ഞിന് ഇവിടുന്ന് ലഭിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഏക ധൈര്യം എനിക്ക് കിട്ടിയ ഒരു വാഗ്ദത്തവാ. ആ വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 4-5 ദിവസങ്ങൾ, ഹല്ലേലൂയ, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ IV ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അതെ, ആ സമയത്ത് തന്നെ ഹല്ലേലൂയ, കാലിന്റെ വേദന കൂടി വന്നു. കുഞ്ഞിന് കാലനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. എന്നാൽ ഹല്ലേലൂയ, ഓർത്തോയുടെ ഡോക്ടേഴ്സ് ഒക്കെ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് അവർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് MRI ചെയ്യണം. MRI ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ എന്താണ് അതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അതനുസരിച്ച് ഓർത്തോയ്ക്ക് എന്തെങ്കിലും ഒരു മാനേജ്മെന്റ് അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു.
പക്ഷെ അന്നേരം ICU സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത് ഒരു കാരണവശാലും കുഞ്ഞിനെ ഈ സിറ്റുവേഷനിൽ ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. കാരണം കാർഡിയാക് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കുറച്ചു നേരം MRIക്ക് പോലും മാറ്റാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ അവര് തമ്മിൽ അവിടെ ആർഗ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ കുഞ്ഞിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ മാറ്റാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് അവരവിടെ പറയുന്നത് കേട്ടു. ആമേൻ, സ്തോത്രം. ഞാൻ അവിടെ നിന്ന് കുഞ്ഞിന്റെ ഹല്ലേലൂയ മുട്ടയിൽ കൈവച്ച് ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ആമേൻ, ഞാൻ എന്റെ കുഞ്ഞിനെ ബലപ്പെടുത്തി. മമ്മി ഇവിടെ ഉണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മോൻ ഒന്നുമില്ല, നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവാണ് ഞാൻ എന്റെ മോനോട് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ മോൻ ധൈര്യമായിട്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ആമേൻ. ഓരോ BP കുറഞ്ഞു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അത് നോർമലായി വരും. സാച്ചുറേഷൻ കുറഞ്ഞു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, അത് നോർമലായി വരും. അങ്ങനെ കാലിന്റെ മുട്ടയെ കൈവച്ച് പ്രാർത്ഥിച്ചു. മുട്ടിന് നീരുണ്ടായിരുന്നു, മുട്ട അനക്കുന്നില്ലായിരുന്നു. കാരണം ഉറക്കത്തിൽ പോലും ആ കാൽ അനങ്ങത്തില്ല. അതുപോലെ സിവിയർ ആയിട്ടുള്ള പെയിന്, ഈ ബോൺ പെയിന് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു MRI ചെയ്യാത്തത് കൊണ്ട് അവർക്കത് ഡയഗ്നോസ് ചെയ്യാനും പറ്റിയിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഓർത്തോയിട്ട് ഡോക്ടർ വന്നപ്പോൾ എന്റെ മോൻ കാൽ അനക്കുവാൻ തുടങ്ങി. അപ്പൊ അവര് വന്ന് ആമേൻ, ആ ഡോക്ടർ വന്ന് ICUലെ സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കും, നിങ്ങൾ എന്ത് മാജിക് ആയി ചെയ്തെന്ന്. കാരണം ഇന്നലെ വന്നപ്പോ ഈ കുഞ്ഞ് കാൽ അനക്കുന്നില്ലായിരുന്നു, കാലിന് നീരുണ്ടായിരുന്നു. ഇന്ന് വന്ന് അവര് മെഷർ ചെയ്ത് അളവെടുത്തപ്പോൾ ആമേൻ അതിന്റെ നീര് കുറഞ്ഞിരിക്കുന്നു, കുഞ്ഞ് കാല് മടക്കുകയും നിവർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ, അങ്ങനെ ഒരു ആശ്വാസം അല്പസമയത്ത്. അതുകൊണ്ട് അവര് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവര് കടന്നുപോയി. അല്ല, എന്തെങ്കിലും അവർ ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരു സർജറിയോ എന്തോ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു അവര് MRI ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്രകാരം ഒരു ഇംപ്രൂവ്മെന്റ് പെട്ടെന്ന് കണ്ടപ്പോൾ അവര് പറഞ്ഞു ആ ഡോക്ടേഴ്സ് പോയി. അങ്ങനെ 3-4 ദിവസങ്ങൾ കൊണ്ട് എന്റെ മോന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആയി വന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, കിഡ്നി, ലിവർ, ഈ ഫങ്ഷൻസ് എല്ലാം അബ്നോർമൽ ആയിരുന്നു. ഇതെല്ലാം കുറച്ചുകൊണ്ട് ഗ്രാജുവലായിട്ട് അത് ഇംപ്രൂവ് ആയി വരാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസം 4-5 ദിവസങ്ങൾ ഞങ്ങൾ ICUയിൽ കിടന്നു. ആമേൻ. ICUയിൽ നിന്ന് അവിടെ അതുപോലെ ബിസിയുള്ള ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ അവിടെ വേറെ കേസസ് അതിൽ എമർജൻസി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ 5-ാം ദിവസം എന്റെ കുഞ്ഞിനെ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഞങ്ങൾ റൂമിലായിരിക്കുമ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം മുതൽ മോന്റെ ശരീരത്തിൽ നീര് കൂടി വരുന്നതായിട്ട് കണ്ടു. അപ്പൊ അവിടെ വെച്ച് ICU വെച്ച് ശരീരത്തിൽ നീരില്ലായിരുന്നു. ആ നീര് അധികമായിട്ട് അങ്ങ് വർദ്ധിച്ചു വന്നു. കാലിന്റെ പാദം മുതൽ തുടങ്ങി ആ നീര് മേലോട്ട് കയറി വന്ന് ആമേൻ വയറ് വീർത്തു വന്നു. ആമേൻ. കുഞ്ഞിന് തിരിയാൻ മേല, അനങ്ങാൻ മേല, ഇരിക്കാൻ മേല, ശ്വാസം വിടാൻ മേല, ഒന്നും പറ്റാതെ കിടക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. ആമേൻ. അതൊക്കെ നിന്ന് കണ്ടുകൊണ്ട് ധൈര്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കണേ. ദൈവത്തിന്റെ പ്രത്യേക കൃപ ഇല്ലാതെ പറ്റില്ല. ആമേൻ. സ്തോത്രം. ആ കൃപ ദൈവം എനിക്ക് തന്നു. ഈ സാക്ഷിയൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും. ആമേൻ. സ്തോത്രം. ഒരു പനി വന്നാൽ ഞാൻ ഒത്തിരി ഭാരപ്പെടും എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്. പക്ഷെ അന്ന് ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവിടെ നിന്നപ്പോഴുണ്ടല്ലോ, എന്റെ കർത്താവിന്റെ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ബലവും അഭിഷേകവും ആ ശക്തിയും കൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. ആ ഡോക്ടേഴ്സ് എന്നോട് വന്നൊരു ഡോക്ടർ പറയുക, ആമേ, യു ആർ എ സ്ട്രോങ് മാമ എന്ന്. പക്ഷെ ഞാനൊരു സ്ട്രോങ് മാമയായിട്ടല്ല, പക്ഷെ എന്റെ ദൈവം എന്നെ അവിടെ നിർത്തി, എന്നെ ബലപ്പെടുത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ നീര് കൂടി വന്നു. അങ്ങനെ നീര് കൂടി വയറ് വെറും 20 കിലോ ഉള്ള കുഞ്ഞിന്റെ വയറിന്റെ നമ്മൾ അബ്ഡോമിനൽ ഗർത്ത് അളന്ന് നോക്കുമ്പോൾ അത് 63 സെന്റിമീറ്റർ. അത്രയും വയറ് വീർത്തു വന്നു. എന്നാൽ അവര് 3 ദിവസമായിട്ട് ഈ നീര് കുറയാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആൽബുമിൻ, ലാസിക്സ് എന്നൊക്കെ പറയുന്ന ഇഞ്ചക്ഷൻസ് ഒക്കെ അവര് കൊടുക്കുന്നുണ്ട്. പക്ഷെ 3 ദിവസമായിട്ടും ഈ നീര് കുറയുന്നില്ല. ഈ നീര് കേറി ഈ ശ്വാസകോശത്തിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത് ശ്വാസകോശത്തെ എഫക്ട് ചെയ്യും. ശ്വാസം മുട്ടലും ആമേൻ അതുപോലുള്ള ഡിസ്ട്രസ്സും ഒക്കെ അനുഭവപ്പെടും. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും എന്ന് എനിക്കറിയാം ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർ നിരന്തരം ഞങ്ങളുടെ റൂമിൽ വരുമായിരുന്നു. വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഉറങ്ങല്ല്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവിടെ കൊണ്ട് വൈറ്റൽ സയൻസ് മോണിറ്റർ ഒക്കെ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് BP ഒക്കെ സാച്ചുറേഷൻ ഒക്കെ ചെക്ക് ചെയ്തോണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഹോണസ്റ്റ്ലി പറയുക, എന്തുകൊണ്ടാണ് ഈ 3 ദിവസമായിട്ട് ഈ നീര് മാറാത്തത്? നീര് കുറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഈ നീര് കൂടി വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയത്തില്ല സിസ്റ്റർ എന്ന് വന്ന് പറഞ്ഞിട്ട് പോയി എന്നോട്. ആമേൻ. സ്തോത്രം.
ഡോക്ടർ അവരുടെ ലിമിറ്റേഷൻ പറഞ്ഞു. അപ്പോ നമുക്കറിയാം എപ്പോഴും ഡോക്ടർമാർക്കും മനുഷ്യർക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. ആമേൻ. കാരണം ഡോക്ടർക്കും മനുഷ്യർക്കും ഒന്നും ചെയ്യാൻ ചെയ്യുവാനാണ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് അവര് ചെയ്യട്ടെ, അതിനപ്പുറം ഉള്ളത് ചെയ്യാൻ വരുമ്പോഴാണ് നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്നത്. ആമേൻ. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഞാൻ ഈ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ വന്ന് ഡോക്ടർ പറഞ്ഞെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പോലും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വന്ന് ഡോക്ടർ പറഞ്ഞു എന്നുള്ളത്. ആമേൻ. സ്തോത്രം. അങ്ങനെ ഞാൻ എന്നാ ചെയ്തു, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഞാൻ കേട്ട ദൈവശബ്ദം, ഞാൻ എന്റെ മോനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞെന്ന്. അങ്ങനെ ഉണ്ടായ ഒരു കുഞ്ഞാ, ഒരു വാഗ്ദത്ത പ്രകാരം ഉണ്ടായ സന്തതിയാ. പക്ഷേ എന്റെ കുഞ്ഞിന്റെ എന്റെ ഉദരത്തിൽ ഉരുവായത് മുതൽ വളരെയധികം പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. പ്രഗ്നൻസിയിലൊക്കെയും പലതരം കോംപ്ലിക്കേഷൻസ്, പലതരം പ്രയാസങ്ങള്. എന്റെ മോൻ എന്റെ പ്രഗ്നൻസിയിൽ 3 മാസം തികഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അവന്റെ ഡെവലപ്മെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഒരേ ഒരു ആങ്ങള കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. പെട്ടെന്ന് 1 മാസം കൊണ്ടുണ്ടായ ഒരു പ്രയാസം അതാണ്. ഹല്ലേലൂയ. എന്റെ സഹോദരൻ ഈ ലോകത്ത് നിന്ന് ആമേൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അതെനിക്ക് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു. എന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അനേകർ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കല്ല, നീ ഭാരപ്പെടല്ല, അതൊക്കെ നിന്റെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും, അതൊക്കെ നിന്റെ കുഞ്ഞിന് പ്രോബ്ലം വരുത്തും. അന്നേരവും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുഞ്ഞിനെ തന്നപ്പോ എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധി ഒന്നും വരികയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വിഷമം ഞാൻ എന്തോ ചെയ്യും, ഞാനത് എന്റെ കർത്താവിനോട് ഞാൻ പറയും. ദൈവം എന്റെ കുഞ്ഞിനെ സൂക്ഷിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. അങ്ങനെ ഹല്ലേലൂയ. ആ ബിഗിനിങ് മുതൽ വാഗ്ദത്ത സന്തതിയുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഫ്രം ദ ബിഗിനിങ് അല്ലെ, അവരെ ജനിക്കാൻ പോലും അനുവദിക്കാതെ വണ്ണമാ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ തന്നെ കരുതി. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ നേരെ അവര് പറഞ്ഞതുപോലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ജന്മനാ ഉള്ള പല പ്രതിസന്ധികളും എന്റെ കുഞ്ഞിനുണ്ടായിരുന്നു. അവന്റെ കണ്ണിന്റെ ലെൻസുകൾക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, അവന്റെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണേലും ഞാൻ അതിനെയൊക്കെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചങ്ങ് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിനെ, മെഡിക്കൽ റിപ്പോർട്ടിനെ തിരുത്താൻ പറ്റുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആമേൻ. സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ, സൃഷ്ടിയെ പുതുതായി സൃഷ്ടിക്കാൻ ഹല്ലേലൂയ സൃഷ്ടാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ റിപ്പോർട്ട് എല്ലാം ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്റെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഒരു രാത്രിയിൽ ഈ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഈ കണ്ണിന്റെ പ്രോബ്ലം നിങ്ങൾ പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു ഒരു ഡോക്ടർ. അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. പിന്നെ ഈ ഡോക്ടർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇന്ത്യയിലുള്ള ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ പോകണം, കാരണം അതിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ആ സമയത്താണ് കോവിഡ് ഒക്കെ വരുന്നത്. ഈ കോവിഡ് വന്നത് കൊണ്ട് പല യാത്രാ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ 2 വർഷക്കാലം നാട്ടിലേക്ക് പോയതേ ഇല്ല. ഞങ്ങൾ കുഞ്ഞിന്റെ കണ്ണില് കൈ വെച്ച് ഓരോ ദിവസവും പ്രാർത്ഥിക്കും. സ്തോത്രം. ഞങ്ങൾ 2 വർഷവും ഞങ്ങൾ നാട്ടിൽ പോയില്ല, ആരെയും കാണിച്ചതുമില്ല. സ്തോത്രം. അന്ന് ഈ ഡോക്ടറിനെ കണ്ട് വന്ന അന്ന് രാത്രിയില് ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, വാക്കുകളൊന്നും എനിക്ക് വരുന്നില്ല, പക്ഷേ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഞാൻ കർത്താവിനോട് പറയാനുള്ളതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് വാഗ്ദത്തം കേട്ടതാണല്ലോ കർത്താവെ, എന്തുകൊണ്ടാണ് അവൻ ഇത്രയും പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികൾ എന്നൊക്കെ വരും ഞാൻ കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി. അന്നൊരു ഒരു ദിവസം ഞാൻ 2018 ഒക്ടോബർ 15 ആയിരുന്നു ആ ദിവസം. അന്ന് ദിവസം രാത്രിയിൽ ഞാനൊരു ദൈവശബ്ദം കേട്ടു, എന്നെ വിളിക്കുന്ന ഒരു ശബ്ദം. എന്നിട്ട് ആ ശബ്ദം എന്നോട് പറഞ്ഞത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് എന്നായിരുന്നു ആ വാക്യം. അന്ന് എനിക്ക് ഈ വാക്യം ഞാൻ കാണാതെ എനിക്ക് അറിയത്തില്ല. ഞാൻ വായിച്ചു പോയിട്ടുള്ളതാ, പക്ഷെ എന്നാലും എനിക്ക് ഈ വാക്യം കാണാതെ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ഈ വാക്യം കേട്ടപ്പോ ഇത് ഏത് വാക്യമാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ
ഇത് വേർഡ് ബൈ വേർഡ് ആയിട്ട് ഓരോ വാക്കുകൾ എന്നെ കൊണ്ട് പറയിച്ച് ആമേൻ സ്തോത്രം എന്നോട് പറഞ്ഞു കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കേട്ട ശബ്ദം അനുസരിച്ച് ഞാൻ കുഞ്ഞിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ ഈ കേട്ട ദൈവശബ്ദവും ഈ ദർശനവും ഒക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ബൈബിൾ എടുത്ത് എനിക്കറിയാം ബൈബിളിൽ ഏതോ ഒരു വാക്യമായി ഇതെന്ന്. അങ്ങനെ ഞാൻ എന്റെ ബൈബിൾ എടുത്ത് ഈ വാക്യം എവിടാന്ന് ഞാൻ അന്വേഷിക്കാൻ തിരഞ്ഞു. അങ്ങനെ എനിക്ക് ഈ വാക്യം ഞാൻ എഫെസ്യ ലേഖനം 1:19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്ന ഞാനത് വായിച്ചു. ആമേൻ സ്തോത്രം. അന്ന് മുതൽ ഈ വാക്യം വെച്ച് ഞാൻ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ സ്തോത്രം. അന്ന് മുതൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുക, ആമേൻ ഹല്ലേലൂയ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയുന്ന രീതിയിൽ എന്റെ കുഞ്ഞിലൂടെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അത് ഞാൻ തിരിച്ചറിയും. ആമേൻ സ്തോത്രം. അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. അപ്പൊ എനിക്കത് അറിയത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ രാത്രിയില് ആ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു പോയ രാത്രിയില്ല ദൈവാത്മാവ് എന്നെ ഈ ദർശനത്തെ കുറിച്ചും ഈ ദൈവശബ്ദത്തെ കുറിച്ചും ഓർമ്മിപ്പിച്ചു. അന്ന് ഈ ദൈവശബ്ദം കേട്ട ആ സമയത്ത് ആമേൻ എനിക്ക് ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഞാൻ കേട്ടത് ദൈവശബ്ദമാണെന്ന്. ആമേൻ. അതുകൊണ്ട് ഞാൻ ഒരു ദൈവദാസനോട് പറയുകയുണ്ടായി ഈ ഒരു കാര്യം. അപ്പൊ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന്റെ വിടുതല് പുറത്തുനിന്ന് വന്ന ഒരാളല്ല ചെയ്യേണ്ടത്, നിങ്ങളിലൂടെ തന്നെ അത് സംഭവിക്കണം. ആമേൻ. നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ശക്തമായിട്ട് മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ ഡോക്ടർ വന്ന് ഞങ്ങൾക്ക് ഇനി ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഈ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളും ഞാൻ കേട്ട ദൈവശബ്ദവും ഒക്കെ ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. ആ സമയം ഹല്ലേലൂയ ഞാൻ ചിന്തിച്ചു, ഞാനിപ്പോൾ മിണ്ടാതിരുന്നാൽ എന്റെ കുഞ്ഞിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരികയില്ല. ഞാൻ പ്രാപിച്ച ഒരു അഭിഷേകമുണ്ട്, ദൈവം എന്നിൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. ആമേൻ. ഇപ്പൊ ഞാനത് ഹല്ലേലൂയ ഞാനതിപ്പോ ഉപയോഗിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ അതൊക്കെ യൂസ്ലെസ് ആയി പോകും, നമ്മൾ പ്രാപിച്ചതൊക്കെയും വെറുതെ ആയി പോകുമെന്ന് ആമേൻ ഈ വാക്യങ്ങളും വചനങ്ങളും ഒക്കെ ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. ആമേൻ. സ്തോത്രം സ്തോത്രം. എന്നിട്ട് മറ്റൊരു വാക്യം എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ ഒരു ദൈവവചനമാണ് ഇത്. ആമേൻ. അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാവല്. ആമേൻ. ഈ ഭീരുത്വം നമ്മളിൽ കൊണ്ടുവരുന്നത് നമ്മുടെ അല്പവിശ്വാസമാണ്. അത് കൊണ്ടുവരുന്നതോ പിശാചിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നമ്മളെ ഭയപ്പെടുത്തി സിറ്റുവേഷൻസ് കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തിയിട്ട് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് കളയുന്ന ആ ശത്രുവിന്റെ തന്ത്രത്തിൽ നിന്ന് നമുക്ക് ജയിക്കുവാന് ആമേൻ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഞാൻ ധൈര്യം ഏറ്റെടുത്തു. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു വലിയ പ്രത്യേക ഒരു ശക്തി എന്റെ ആമേൻ മേലേക്ക് വന്നിട്ട്, ഒരു അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഞാൻ അതുവരെ ഇല്ലാത്ത എനർജിയോടെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഞാൻ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് എനിക്ക് ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ശാസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവാത്മാവ് എന്നോട് പ്രേരിപ്പിച്ചു. ആമേൻ. കാരണം ഇത് ദൈവിക പദ്ധതിയിലുള്ള കാര്യമല്ല എന്റെ കുഞ്ഞിന് സംഭവിച്ചേക്കുന്നത്. കർത്താവിന്റെ വാഗ്ദത്തം ഹല്ലേലൂയ അവൻ കർത്താവിന്റെ അഭിഷിക്തനായി കർത്താവിന്റെ വേല ചെയ്യുമെന്നുള്ളതാ. പക്ഷെ അതിന് വിരോധമായി സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം ഇത് ദൈവിക പദ്ധതിയിലുള്ളതല്ല, ഇത് പിശാചിന്റെ പദ്ധതിയാ. ഇതിനെ വിട്ടുകൊടുക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. സ്തോത്രം. എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഹല്ലേലൂയ ഒരു പ്രത്യേക അഭിഷേകത്തോടെ അവിടെ ഒന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് തോന്നിച്ചു, ആമേൻ ഹല്ലേലൂയ, അവിടെ ഈ മോന് തിരിയാനോ അനങ്ങാനോ ഒന്നും മേലാത്തത് കൊണ്ട് ഒരേ കിടപ്പിങ്ങനെ കിടക്കുന്നതുകൊണ്ട് മോന്റെ പുറത്ത് ആമേൻ പുറം പൊട്ടാതിരിക്കാൻ മസാജ് ചെയ്യാൻ കുറച്ച് ഓയില് ICUലെ സിസ്റ്റർ എനിക്ക് തന്നിരുന്നു. ആ ഓയിൽ എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ ആമേൻ ഞാൻ ആ ഓയില് എടുത്തു. ആമേൻ. അത് എടുക്കാൻ എന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ ICUൽ ഒരു 10 ml ഒരു സിറിഞ്ച് എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഓയിൽ എടുത്തിട്ട് എന്റെ ബൈബിൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ബൈബിളിൽ വെച്ചിട്ട് ഞാൻ എന്റെ കുഞ്ഞിന്റെ കരം പിടിച്ചു പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക ശക്തി, എനിക്കറിയത്തില്ല എനിക്ക് എവിടുന്ന് കിട്ടിയ ആ ശക്തി എന്ന് എനിക്കറിയത്തില്ല. ആ ശക്തിയോടെ ഞാൻ അഭിഷേകത്തോടെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ഈ എണ്ണ എടുത്ത ആമേൻ എന്റെ മോന്റെ ശരീരത്തിൽ നീരുള്ള ഭാഗത്തൊക്കെയും ഞാൻ പുരട്ടി. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പ ഞാൻ ഈ ചെയ്യുന്നത് ഹല്ലേലൂയ അങ്ങ് എന്നോട് പറഞ്ഞ ഒരു ദൈവശബ്ദമുണ്ട്, വിശ്വസിക്കുന്നത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ എണ്ണ എടുത്ത് എന്റെ ബലഹീനമായ കരം കൊണ്ട്
ഞാൻ എന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ തേക്കുമ്പോൾ അതിലൊരു ശക്തി വ്യാപരിക്കണമേ കർത്താവേ. കാരണം ഞാൻ ഈ കേട്ട ശബ്ദം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദമാ. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എണ്ണ പുരട്ടുമ്പോൾ അപ്പൊ അതിന്റെ ശക്തി ഇതിന്മേൽ വ്യാപരിക്കണമേ. അത് വ്യക്തമായ അടയാളത്തോടുകൂടി എനിക്ക് കാണാൻ കഴിയണമേ എന്ന് എന്റെ കർത്താവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച മറ്റൊരു കാര്യം, ആമേൻ ആമേൻ, ദൈവ സാന്നിധ്യം ഇന്ന് ഈ റൂമിൽ ഇറങ്ങി വരണം. ദൈവ സാന്നിധ്യം ഇവിടെ കടന്നു വന്നു, എന്റെ കുഞ്ഞിന് സൗഖ്യം കൊടുത്തു എന്ന് ഞാനോ എന്റെ മോനോ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ തിരിച്ചറിയണം. കാരണം ഞങ്ങൾക്ക് ഇതൊരു സാക്ഷ്യം പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അറിയണം, അല്ലെ എന്റെ മോൻ അറിയണം കർത്താവ് ഇവിടെ വന്നിരുന്നു, അല്ലെ ദൈവ ദൂതന്മാർ ഇവിടെ വന്നിരുന്നു എന്ന് ഞങ്ങൾ ആരെങ്കിലും കാണണം എന്നൊക്കെയും ഞാൻ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് ബുദ്ധിപരമല്ലെങ്കിലും പോഷത്വമാണെങ്കിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് ചെയ്താൽ അതിന്മേലൊക്കെയും ദൈവം തന്റെ അത്ഭുത പ്രവൃത്തി ചെയ്യും. സ്തോത്രം. എനിക്കത് അത് ഞാൻ അനുഭവിച്ചതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവ് എന്ത് നമ്മളോട് പറയുന്നു അത് നമ്മൾ ഹല്ലേലൂയ അത് അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. അതിന്മേലൊക്കെ ശക്തി വ്യാപരിക്കുന്നത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ബുദ്ധിപരമായി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അല്ല. ആമേൻ, സ്തോത്രം. നമ്മുടെ പൊട്ട ബുദ്ധിയിൽ ചെയ്യുന്നതാണെങ്കിലും അതിന്മേൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന്മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്നും അതിന്റെ വലിപ്പം എത്രത്തോളമാണെന്നും ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ സ്വർഗം ഇടയാക്കി. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഞാൻ അപ്രകാരം ചെയ്തു. ആമേൻ. പിറ്റേ ദിവസമായപ്പോൾ 63 എന്റെ കുഞ്ഞിന്റെ അബ്ഡോമിനൽ ഘരത്ത് 59, 58, 57 അങ്ങനെ ഓരോ ദിവസവും അത് കുറഞ്ഞു വന്നു. ആമേൻ. എന്റെ കുഞ്ഞിന് അനങ്ങാം തിരിയാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ആമേൻ. എന്നിട്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ മോൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ആമേൻ. അതുവരെ എഴുന്നേക്കത്തില്ല, അനങ്ങത്തില്ല, കാല് ചലിപ്പിക്കത്തില്ല. എന്നിട്ട് പറഞ്ഞു, മമ്മി ഐ ക്യാൻ സിറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് ആമേൻ ആ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ഞാൻ എന്റെ മോനോട് സംസാരിച്ചു. അതുവരെ മോൻ എന്നോട് ഒരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. ആമേൻ. ഞാൻ ഓർത്തു, പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴും ഞാനൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പം എന്റെ മോന് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വെറും 6 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് പറയുന്ന കാര്യങ്ങളല്ല എന്നോട് പറഞ്ഞത്. ഒരു കാര്യം അവൻ പറഞ്ഞത്, മമ്മി ഡെവിൾ കം ടു കിൽ മീ വെൻ യു പ്രേ ഐ കം ബാക്ക് ടു മൈ ലൈഫ് എന്ന്. അത് കേട്ടപ്പോ എനിക്കങ്ങ് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഒരു 6 വയസ്സുള്ള കുഞ്ഞിന് ഇത് ആര് വെളിപ്പെടുത്തി കൊടുത്തു? ആമേൻ, സ്തോത്രം. അവന്റെ അറിവിൽ നിന്നൊന്നും അല്ല ഇത് പറയുന്നത്. എന്നിട്ട് എന്നോട് പറയുക, മമ്മി ഡെവിൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാല് നമ്മുടെ ദൈവത്തിന് സൂപ്പർ ഡ്യൂപ്പർ ആർമി ഉണ്ടെന്ന്. അവന്റെ ഭാഷയിൽ, എന്റെ മോന്റെ ഭാഷയിൽ അവൻ എന്നോട് പറഞ്ഞ കാര്യമാ. നമ്മളൊന്നും പേടിക്കണ്ട, നമ്മുടെ ദൈവത്തിന് സൂപ്പർ ഡ്യൂപ്പർ ആർമിയുണ്ട്. അവൻ എന്തൊക്കെയോ കണ്ടിരിക്കുന്നു, എന്തൊക്കെയോ ദൈവം അവന് റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആമേൻ, സ്തോത്രം. ഞാൻ ശക്തിയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞിന്റെ കാലനക്കാൻ തുടങ്ങി, അവന്റെ വേദനയൊക്കെ കുറഞ്ഞു. അപ്പോഴും ഈ വേദന വരുന്ന സമയത്ത് ഒരു കാര്യം പറയുമായിരുന്നു, ഞാൻ ഈ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചപ്പം ഈ നീര് കുറഞ്ഞതുകൊണ്ട് എന്റെ മോന് ഭയങ്കര വിശ്വാസമായി. അപ്പൊ അവൻ വേദനയുള്ള മുട്ടയില് വേദന വരുമ്പോ പറയും IV പാരസെറ്റാമോൾ ഒക്കെയാ കൊടുക്കുന്നത്, പക്ഷെ അത് കൊടുത്താലൊന്നും മോന് പെയിൻ കുറയത്തില്ല. അപ്പൊ മോൻ എന്നോട് പറയും, മമ്മി പ്രാർത്ഥിച്ച് എണ്ണ എടുത്ത് പെരട്ടെ എന്റെ കാലില്, അപ്പൊ എന്റെ വേദന മാറുമെന്ന് പറയും. അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എണ്ണ എടുത്ത് എന്റെ മോന്റെ കാലിൽ പെരട്ടി കൊടുക്കും. അപ്പൊ അവൻ പറയും, എന്റെ വേദന മാറി മമ്മി എന്ന് പറഞ്ഞ് കുറച്ചു നേരം കിടന്നുറങ്ങും. അങ്ങനെ എന്റെ മോന്റെ വിശ്വാസത്തിൽ അവനും ഹല്ലേലൂയ അവനും ഒരു ധൈര്യവും ഉറപ്പും ഒക്കെ അവന് വന്നു. ഹല്ലേലൂയ. അങ്ങനെ വേദനയൊക്കെ കുറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഏകദേശം 1 മാസക്കാലം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഈ ദിവസങ്ങളിലൊക്കെയും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല, മറ്റു കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യം. ഞങ്ങൾ താമസിക്കുന്ന റാസൽ ഖൈമയിലാണ്, ഹോസ്പിറ്റൽ ഷാർജയിലാണ്. ഒരു 150 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത ഹസ്ബൻഡ് എന്നും അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാമായിരുന്നു എന്നൊക്കെ ഓർത്ത് ഇപ്പൊ കണ്ടീഷനൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി വന്നല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ഞാൻ ചെന്ന ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങളുടെ അടുത്തുള്ള ഞാൻ ആദ്യം പോയ ഹോസ്പിറ്റലിലേക്ക് ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ മതിയെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുമോ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു റൂളൊന്നും നിലവിലൊന്നും ഇല്ല, അവർക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. പക്ഷേ ഒരു അസാധാരണ ദൈവകൃപ എന്ന് പറയട്ടെ, അവര് എന്റെ വാക്ക് കേട്ട് അവര് അവിടുന്ന് ആംബുലൻസിൽ തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നു.
വന്നു. അങ്ങനെ അവിടെ വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഒന്നും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ എന്തോ എന്താണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് അവര് കൊടുത്തു. അങ്ങനെ അന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ മോന്റെ കാലിന്റെ വേദന പതിയെ പിന്നെയും കൂടി വരാൻ തുടങ്ങി. അപ്പൊ അത് വേറൊരു പരീക്ഷണം പോലെ ആയിരുന്നു. അത് ഞങ്ങൾ ഇവിടെ വന്നപ്പം എല്ലാ കാലിന്റെ വേദനയൊക്കെ മാറി, പക്ഷെ കാല് കുത്തി നടക്കത്തില്ലായിരുന്നു. അപ്പൊ വേദനയൊക്കെ മാറി മടക്കും നിവർക്കും എല്ലാം ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. പെട്ടെന്ന് മോന്റെ കാലിന് പിന്നെ ഒരു വേദന വന്നു. അന്ന് വന്ന് രാത്രി വന്ന് ഓർത്തോയിഡ് ഡോക്ടർ വന്നു കണ്ടു, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വന്ന് കണ്ടു. കണ്ടിട്ട് പറഞ്ഞത് ഈ രാത്രി തന്നെ മോന്റെ മുട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. എന്നിട്ട് അവരെന്നോട് കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും ഇത് എന്തുകൊണ്ടാ ഇപ്പൊ വീണ്ടും പെയിൻ വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഡോക്ടേഴ്സ് കടന്നുപോയി. അങ്ങനെ ഈവനിങ് ഷിഫ്റ്റില് നൈറ്റ് ഡ്യൂട്ടിയിൽ ഡോക്ടർ വന്നു. അവൻ സർജറിക്കുള്ള കൺസെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞ് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു സർജറിക്കുള്ള കൺസെന്റ് ഞാൻ സൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സർജറി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു MRI ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു MRI ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ ഡോക്ടർ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഒരു നഴ്സ് അല്ലേ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉൾപ്പെടെ ഉള്ള എല്ലാ ടീംസും നിങ്ങളോട് വന്ന് സംസാരിച്ചതല്ലേ? നിങ്ങൾ ഒരു നഴ്സ് അല്ലേ? നിങ്ങൾക്ക് ഈ പറയുന്നതിന്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? ഇന്ന് രാത്രി തന്നെ സർജറി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ഇന്ന് നാട്ടിൽ തന്നെ, ഇവിടെ സർജറി ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ നാട്ടിൽ പോയി സർജറി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ആമേൻ. ഞാൻ എന്നിട്ട് ആ ഡോക്ടർ ദേഷ്യപ്പെട്ട് എന്റെ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ കുഞ്ഞു മോൻ തന്നെയുള്ളൂ അവിടെ. ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ അവര് പറയുന്നു. അപ്പൊ ഞങ്ങൾ ദൈവം കുഞ്ഞിനെ സൗഖ്യം കൊടുത്തു എന്നുള്ള വിശ്വാസത്തോടെയാണ് ഇഞ്ചക്ഷൻ മാത്രം മതി എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇവര് പറയുന്നത് ഇപ്പൊ എത്ര എമർജൻസി ആയിട്ട് ഇപ്പൊ തന്നെ സർജറി ചെയ്യണമെന്ന്. അങ്ങനെ എന്റെ ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു വന്നു. ഹോസ്പിറ്റലിൽ കടന്നു വന്നതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, നമുക്ക് സർജറി ചെയ്യേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിന്റെ മുട്ടിൽ കൈവച്ച് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ എണ്ണയൊക്കെയും പുരട്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് നിപ്പുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, എന്റെ കുഞ്ഞിന്റെ മുട്ടിന് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ കണ്ടോ, അവൻ മുട്ടൊക്കെ നിവർക്കുകയും മടക്കുകയും ഒക്കെ ചെയ്യും, അവന്റെ വേദന മാറി, കർത്താവ് അവനെ സൗഖ്യമാക്കിയതാന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സർജറി ചെയ്യുന്നില്ലെങ്കിൽ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസ് നിങ്ങൾ സർജറി ചെയ്യാൻ നിങ്ങൾ വില്ലിങ് അല്ലെങ്കിൽ നിങ്ങൾ റെഫ്യൂസൽ സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. അതിനുള്ള ആപ്ലിക്കേഷൻസ് അവർ കൊണ്ടുവന്നിട്ട് MRI ചെയ്യുന്നില്ല, സർജറി ചെയ്യുന്നില്ല എന്നുള്ള ഫോമിലൊക്കെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ആ ഒപ്പും വാങ്ങിച്ചിട്ട് പറഞ്ഞു ഓക്കെ, അങ്ങനെ സൈൻ ചെയ്ത് വാങ്ങിച്ചോട്ട് അവര് പോയി. ആമേൻ. പിറ്റേ ദിവസം ആയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ച് ആമേൻ ഡ്യൂട്ടിക്ക് കടന്നുപോയി. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എന്റെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ കുഞ്ഞ് കാൽ അനക്കണം. ആമേൻ, സ്തോത്രം. ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്റെ കുഞ്ഞ് കാൽ അനക്കുന്നുണ്ട്. അവന് കാല് നിവർക്കാം, അവന് മടക്കാം ഒന്നുമില്ല. അപ്പോൾ അന്ന് റൗണ്ട്സിന് വന്ന പീഡിയാട്രീഷ്യൻ പറയുക, ആമേൻ, ഇന്നലെ എന്തിനാണ് ഓർത്തോ ഈ കുഞ്ഞിന്റെ കാല് സർജറി ചെയ്യണമെന്ന് പറഞ്ഞത്? കാരണം അങ്ങനെ പറഞ്ഞത് മാറ്റി ചോദിക്കുന്ന രീതിയിൽ ആമേൻ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ റെഫ്യൂസൽ സൈൻ ചെയ്ത് കൊടുത്തതേ മാത്രമേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. അതിന്മേൽ ഹല്ലേലൂയ, ആ വിശ്വാസത്തിന് മേൽ ദൈവശക്തി അവിടെ പ്രവർത്തിച്ചു ദൈവമക്കളെ. ആമേൻ, സ്തോത്രം. എന്നിട്ട് പിറ്റേ ദിവസം അവര് വന്നപ്പോ ചോദിക്കുക, എന്തിനാണ് ഈ കുഞ്ഞിന്റെ കാല് സർജറി ചെയ്യണമെന്ന് ഓർത്തോ ഇന്നലെ പറഞ്ഞെന്ന് ആ ഡോക്ടർ ചോദിച്ചു. അങ്ങനെ കുഞ്ഞിന്റെ കാലിന്റെ വേദനയൊക്കെയും കുറഞ്ഞു വന്നു. പക്ഷെ അതുവരെ അവൻ കാല് കുത്തി നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ആമേൻ അവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 31 2023 31 ഡിസംബറിൽ ഞാനും എല്ലാവരും ആമേൻ ചർച്ചിലിരുന്ന് ആമേൻ 31 ആരാധിക്കുമ്പോൾ ഞാനും എന്റെ മോനും ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങൾ അവിടെ അനുഭവിച്ച ആ ദൈവ സാന്നിധ്യം അന്ന് ഞാനും എന്റെ കുഞ്ഞുമായിട്ടിരുന്ന ഞങ്ങൾ പ്രാർത്ഥിച്ച ഡിസംബർ 31. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഞാൻ ഇതിനു മുമ്പ് എങ്ങും അനുഭവിച്ചിട്ടില്ല. അതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, ശക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആമേൻ. എനിക്ക് ഒരു അപേക്ഷയെ കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മോന് ഹല്ലേലൂയ 2024 ആമേൻ ജനുവരി 1 അവൻ നടന്ന് എനിക്ക് കാണണം. ഹല്ലേലൂയ, സ്തോത്രം.
ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഹല്ലേലൂയ, അന്നേരം എന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് എന്റെ കുഞ്ഞിനോട് ഒരു കാര്യം പറഞ്ഞു. മമ്മി, അമ്മേ, 2 ടൈനി പ്രറ്റി ഏഞ്ചൽസ് എന്റെ അടുത്ത് വന്നു എന്നോട് പറഞ്ഞു. മോന് 2 ടൈനി പ്രറ്റി ഏഞ്ചൽസ്. ഹല്ലേലൂയ. ഈ ഏഞ്ചൽസിനെ കുറിച്ച് എന്റെ മോൻ അറിയാമോന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഗ്രേഡ് 1-ൽ അവൻ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്ന, പക്ഷെ അത്രമാത്രം കാര്യങ്ങളൊന്നും അവന് അറിയില്ല. പക്ഷെ അവൻ എന്നോട് പറഞ്ഞ, മമ്മി, അവൻ കണ്ട കാര്യം ഞാൻ കണ്ടു മമ്മി. എന്റെ അടുത്ത് വന്നു, ഒരാൾ എന്റെ കാലിൽ മുട്ടിൽ തൊട്ടു, ഒരാൾ എന്റെ ത്രോട്ടിൽ തൊട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റും, എനിക്ക് വാക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു മമ്മി എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മി, അത് മോന്റെ വാക്കിൽ മോൻ എന്നോട് പറഞ്ഞതാ, അതൊരു മെഡിസിനൽ ഏഞ്ചൽ ആയിരുന്നു മമ്മി, അതൊരു ഹീലിംഗ് ഏഞ്ചൽ ആയിരുന്നു മമ്മി എന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മിക്ക് അറിയാമോ, ഏഞ്ചൽസ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡാന്ന്. സെക്യൂരിറ്റി എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പോലും അറിയത്തില്ല. പക്ഷെ എന്നിട്ട് ആരോ അവനോട് പറഞ്ഞു കൊടുത്തതുപോലെ, ഹല്ലേലൂയ, എന്റെ കുഞ്ഞിനോട് പറയാ, മമ്മിക്ക് അറിയാമോ, ഏഞ്ചൽസ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡാന്ന്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഏഞ്ചൽസ് വന്നു മമ്മി എന്റെ അടുത്ത്, എന്നെ തൊട്ടു, എനിക്ക് എല്ലാം മാറി എന്ന് പറഞ്ഞു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ, പിറ്റേ ദിവസം 31-ാം തീയതി രാവിലെ ആമേൻ, ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു, ഹല്ലേലൂയ, മോനെ എഴുന്നേറ്റ് നടത്താൻ. കാരണം അത്ര ശക്തമായിട്ട് ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ചത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഹല്ലേലൂയ അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ജനുവരി 1-ാം തീയതി രാവിലെ ഹല്ലേലൂയ ഞാൻ എന്റെ മോനോട് ചോദിച്ചു, ഏഞ്ചൽസ് വന്ന് തൊട്ടു, അപ്പൊ മോന് സൗഖ്യമായെന്ന്, മോന് വിശ്വാസമുണ്ടോ, ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് മമ്മി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഞങ്ങൾ മോനെ നിർത്താനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും എന്റെ മോൻ കാല് നിലത്ത് കുത്തത്തില്ല. ആമേൻ, സ്തോത്രം. ഒരു ഡോക്ടേഴ്സ് ഒക്കെ വന്ന് പറഞ്ഞു, നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യണം, രാവിലെയും വൈകിട്ട് 2 നേരം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നോക്കുക, മസിൽസ് ഒക്കെ വീക്ക് ആയിട്ടായിരിക്കും എന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അന്ന് ഹല്ലേലൂയ ജനുവരി 1-ാം തീയതി ആമേൻ, ഹല്ലേലൂയ, ഞാനും എന്റെ മോനും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ മോനോട് പറഞ്ഞു, മോനോട് തന്നെ ഞാൻ പറഞ്ഞു, മോൻ പറ, ജീസസ് നെയിം ഐ വിൽ വോക്ക് എന്ന് പറഞ്ഞിട്ട് മോൻ ബെഡിൽ എഴുന്നേറ്റ് നിലത്തിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മോനോട് ഞാൻ പറഞ്ഞ്, അവൻ കാലെടുത്ത് നിലത്ത് കുത്തി. എന്നിട്ട് അവൻ ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, മമ്മി, എനിക്കിപ്പൊ നടക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നടന്ന് ആ റൂമിലെ വിൻഡോയുടെ അടുത്ത് വരെ പോയിട്ട് അവൻ തിരിച്ചു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതുവരെ 1 മാസമായിട്ട് എന്റെ കുഞ്ഞ് കാല് നിലത്ത് തൊട്ടിട്ടില്ല. 1 മാസമായിട്ട് ആ കാല് അനക്കാൻ മേലാതൊക്കെ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. 1 മാസമായി പാദം കുത്തി നടന്നിട്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുത പ്രവൃത്തി എന്ന് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എന്റെ കുഞ്ഞിന് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ എക്സ്റേ, MRI ഒക്കെ റിപ്പോർട്ട് വന്നപ്പോൾ ആമേൻ, ഡോക്ടേഴ്സ് പറഞ്ഞു, ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് വന്ന ഒരു ഇൻഫെക്ഷൻ ആ ബോണിന് ബാധിച്ചതെന്നാണ് അവർ പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങള് അതിനുശേഷം ഹല്ലേലൂയ എന്റെ കുഞ്ഞ് നടന്നു തുടങ്ങി, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലായി. ആമേൻ, സ്തോത്രം. എന്നാൽ ഇതൊരു പ്രൂഫ്, ഒരു റിപ്പോർട്ട് ഞങ്ങൾ വേണം എന്നുള്ളതില്ല. ഞങ്ങൾ പറഞ്ഞ നാട്ടിൽ പോയി ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. ആമേൻ, സ്തോത്രം. കർത്താവ് ചെയ്ത അത്ഭുതത്തെ അനേകരോട് പറയണമെങ്കിൽ ഹല്ലേലൂയ അതിനൊരു നമുക്കൊരു ഇത് വേണം, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ നാട്ടിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ നാട്ടിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടു. അവിടെ കണ്ട് ഹല്ലേലൂയ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഇൻഫെക്ഷന്റെ യാതൊരു കുഴപ്പങ്ങളും അവിടെ കാണുന്നില്ല എക്സ്റേയില്. ആമേൻ, സ്തോത്രം. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, അവൻ എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോട്ടെ, എല്ലാം ഓടുവോ ചാടുവോ നടക്കുവോ എന്ത് വേണേലും ചെയ്തോട്ടെ, ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. 2 ആഴ്ചയും കൂടെ കൂടുതൽ ആന്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞെടുത്ത് ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ ഇൻഫെക്ഷന്റെ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഇനി ആന്റിബയോട്ടിക് നിങ്ങൾ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ഞങ്ങൾ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. കാർഡിയോളജിസ്റ്റിന്റെ അവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിലും കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, സാധാരണ ഇങ്ങനെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ആ ഇൻഫെക്ഷൻ ഹൃദയത്തെ ഒക്കെ ബാധിക്കും, ഹൃദയത്തിന്റെ ഭിത്തികളിലൊക്കെയും അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്കോ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കൊണ്ടുപോയി എക്കോ ചെയ്ത് നോക്കി. എക്കോ ചെയ്തതിലാട്ടെ ഒരു ഹിസ്റ്ററി ഓഫ് ഇൻഫ്ലമേഷൻ
ഇൻഫ്ലമേഷനും എന്റെ കുഞ്ഞിന്റെ ഹാർട്ടിന് വന്നിട്ടില്ല. ഹാലലിയ. വൺസ് ബ്ലഡില് ബാക്ടീരിയ ഇത്രയേറെ ഇൻക്രീസ് ചെയ്തിട്ടും അത് സെപ്റ്റിക് ഷോക്കിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പോലും അത് എന്റെ കുഞ്ഞിന്റെ ഒരു അവയവങ്ങളെയും തൊടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തിയായിരുന്നു അത്. ആ കാർഡിയോളജിസ്റ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ദൈവം കാത്തതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനപ്പോ അവന്റെ സാക്ഷിയൊക്കെയും ആ കർത്താവിന്റെ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ, എന്റെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അരുളി ചെയ്തതാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആൺ തലമുറയെ തരാൻ പോകുന്നു. ഹല്ലേലൂയ, അവൻ എന്റെ കർത്താവിന്റെ അഭിഷിക്തനാണെന്ന്. ഹല്ലേലൂയ എന്ന് ഞാൻ ആ ഡോക്ടറോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ദൈവം അവനെ കാത്തതാ, ദൈവം അവനെ സൂക്ഷിച്ചതാ. ഹല്ലേലൂയ, പരിപാലിക്കുന്ന അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്ന മാതാപിതാക്കളെക്കാളും ദൈവത്തിന് ഹല്ലേലൂയ വാഗ്ദത്തമുള്ള സന്തതിയുടെ മേലെ എത്രമാത്രം കരുതൽ ദൈവത്തിനുണ്ട്. അപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു വചനമുണ്ട്. ഹല്ലേലൂയ, അത് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹാഗാറിനെ കുറിച്ച്. ആ ഹാഗാർ തന്റെ പൈതലിനെ ഹല്ലേലൂയ കുറുങ്കാറ്റിന് തണലിട്ട് അൻപിൻപാട് ദൂരെ പോയിരുന്ന ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശൂരിനരികെയുള്ള നീരുറവ വെച്ച് ദൂതൻ അവളെ കണ്ടിട്ട്, ഹാഗാറെ നീ എങ്ങോട്ട് പോവുകയാവുന്നു? ഹല്ലേലൂയ, നീ മടങ്ങിപ്പോയി നിന്റെ യജമാനത്തിയായ സാറായിക്ക് കീഴടങ്ങിയിരിക്കുക. ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, എണ്ണിക്കൂടാതെ വണ്ണം അത് പെരുപ്പമുള്ളതായിരിക്കുന്ന ഒരു വാഗ്ദത്തം ഹാഗാറിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഹാഗാർ വിചാരിച്ചു കാണും, സ്തോത്രം, ഞാൻ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് അല്ലെ സാറായുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയാല് അവര് സമ്പന്നരാണല്ലോ, അവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ എന്റെ മോന് ഹല്ലേലൂയ അധികം വർദ്ധിക്കുന്നത്, അല്ലെ പെരുപ്പമുള്ളതാമോ എന്റെ സന്തതിക്ക് അങ്ങനെ ഒരു വാഗ്ദത്തം ലഭിക്കുന്നതെന്ന് ഒരു പക്ഷേ ഹാഗാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ ഹാഗാറിനെയും ആ പൈതലിനെയും കൂടെ ഹല്ലേലൂയ അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ബെർശേബ മരുഭൂമിയിലൂടെ ഉഴന്നു നടക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അവിടെ അവരെ കരുതിയ ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ. 21 അധ്യായം 20 വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവം ബാലനോടുകൂടി ഉണ്ടായിരുന്നു. സ്തോത്രം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, ആരും മാറിപ്പോയാലും, ഹല്ലേലൂയ, മരുഭൂമി വന്നാലും, ഹല്ലേലൂയ, ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, അവിടെയൊക്കെ ബാലനോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്ത സന്തതിയോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ആ സന്തതിയെ കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണല്ലോ ഇന്ന് ഈ ദേശത്തിരുന്ന് ഈ ദേശത്തിന്റെ നന്മ അനുഭവിക്കുവാൻ ഞങ്ങൾക്കൊക്കെയും കഴിയുന്നത്. ഹല്ലേലൂയ, ആ ബാലനോട് ദൈവം കൊടുത്ത വാഗ്ദത്തമല്ലേ അവരുടെ സന്തതിയെ ഇത്രയും പെരുപ്പമുള്ളതാക്കി, ഇത്രയും ഹല്ലേലൂയ ധനവും മാനവും ഒക്കെ അവർക്ക് കൊടുത്ത് ഈ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. ആ അനുഗ്രഹിച്ചതിന്റെ ഭാഗമാകുവാനല്ലേ നമ്മളെയും ഹല്ലേലൂയ ഈ ദേശത്തൊക്കെ കൊണ്ട് ഈ യുടെ മണ്ണിലൊക്കെ കൊണ്ട് നമ്മളെയും ഹല്ലേലൂയ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഒന്ന് ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, ദൈവമക്കളെ ഞാൻ അനുഭവിച്ചതാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. വാക്കുമാറാത്തവനാ ഒരു കർത്താവാണ്. വാഗ്ദത്തം ചെയ്തിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല, വാഗ്ദത്തത്തിൽ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ആ ദൈവം ഹല്ലേലൂയ ഇനി നമ്മളെ എന്നും വഴി നടത്തട്ടെ. അതുപോലെ എന്റെ മോനെ ഹല്ലേലൂയ ഈ ജനുവരി 16 തീയതിയാണ് 7 വയസ്സ് പൂർത്തിയായത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 7 ഒരു പൂർത്തീകരണത്തിന്റെ വർഷമല്ലേ, പക്ഷെ എന്നാൽ അത് പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു വാദിച്ചപ്പോൾ, ഹല്ലേലൂയ, എന്റെ സ്വർഗത്തിലെ വലിയവനായ ദൈവം, വാഗ്ദത്തം ചെയ്ത ദൈവം എന്റെ കുഞ്ഞിനെ ആയുസ്സോടെ ഞങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ നൽകി തന്നു. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ് അത് മുന്നവേ ഞങ്ങൾക്ക് ചില അറിവുകൾ, സൂചനകൾ തന്നിരുന്നു. ഹല്ലേലൂയ, ഒന്ന് നാട്ടിൽ നിന്ന് വന്ന ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളോട് പറയുകയുണ്ടായി, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കൊരു മരണ യോർദാന്റെ അനുഭവം വരുന്നെന്ന്. എന്നിട്ട് ആ ദാസൻ പ്രാർത്ഥിച്ചിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആ മരണ യോർദാൻ മാറിപ്പോട്ടെ, മരണ യോർദാൻ മാറിപ്പോട്ടെ എന്ന്. ഹല്ലേലൂയ, എന്നാൽ അത് മാറിപ്പോയില്ല. പക്ഷേ യോർദാൻ കടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ, ആ പ്രതിസന്ധി വന്നു, പക്ഷെ ആ പ്രതിസന്ധി മുറിച്ചു കടന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അത് കടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കി. അതുപോലെ എന്റെ ഹസ്ബൻഡും ഒരു ദർശനം കണ്ടിരുന്നു.
ആമേൻ. അതും മറ്റ് ഫ്രണ്ട്സായ ദേവദാസന്മാരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ എന്തോ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആമേൻ. അതൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനു മുമ്പേ നമ്മളെ അറിയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരെ ഒരുക്കുന്ന ദൈവമാണ്. അങ്ങനെ അനേക ദൈവമക്കൾ യു എയിലും നാട്ടിലുമായിട്ടുള്ള അനേക ദൈവമക്കള് ദേവദാസന്മാരൊക്കെയും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പ്രത്യേക വലയത്തിലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുവിന്റെ പദ്ധതികളൊന്നും നടന്നില്ല. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് എന്റെ പൈതലിനെ വിടുവിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അത് അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി. ഹല്ലേലൂയ. ഇതാണ് ഹല്ലേലൂയ എന്റെ ആ വിടുതലിന്റെ സാക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. മോനെ ഒരു മിനിറ്റ്, മോനെ ആറ് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതെന്തുവായിരുന്നു? ഏതാ ആന്റി? മോനെ 6 കാര്യം പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. ഒന്ന് ഡെവിള് വന്ന ഒന്ന് പറഞ്ഞ ഡെവിൾ കം ടു കിൽ മീ വെൻ യു പ്രേ ഐ കം ബാക്ക് ടു മൈ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് അങ്ങനെ മോൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, മമ്മി എന്റെ അടുത്ത് വന്നത് 2 ടൈനി പ്രെറ്റി ഏഞ്ചൽസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരാൾ എന്റെ കാലിൽ തൊട്ടു, ഒരാൾ എന്റെ ത്രോട്ടിൽ തൊട്ടു. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് വളരെ സ്ട്രേഞ്ച് ആയിരിക്കുന്നു എന്ന്. കാരണം ഇത് എവിടെ ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് അത് മറ്റിടത്തേക്ക് വ്യാപിച്ചതാണോ, ഇത് എവിടെയാ തുടങ്ങിയെന്നൊന്നും അറിയില്ല. പക്ഷേ മോൻ എന്നോട് ഏഞ്ചൽസ് വന്ന് തൊട്ടത് ത്രോട്ടിലും നീലുമാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ത്രോട്ടിൽ വന്ന ഇൻഫെക്ഷൻ ആണോ അത് വ്യാപിച്ച് അല്ല ബ്ലഡിലൂടെ അത് വന്ന് നീല് വന്നെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ മോൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് വിചാരിക്കുക ഡോക്ടേഴ്സ് ആരും അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അവർക്കൊട്ട് അറിയത്തുമില്ല. പക്ഷെ ഇങ്ങനെ തൊട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് വിചാരിക്കും ഒരു പക്ഷെ അങ്ങനെ ആവുമെന്ന്. അല്ലെങ്കിൽ പിന്നെ എന്നോട് മോൻ പറഞ്ഞ കാര്യം ഇതാ, മമ്മി നമ്മുടെ ദൈവത്തിന് സൂപ്പർ ഡ്യൂപ്പർ ആർമി ഉണ്ടെന്ന്. ആമേൻ. ഡെവിൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ദൈവം അവരോട് ഫൈറ്റ് ചെയ്യും. അവരുടെ കയ്യിൽ ആർമർ ഉണ്ട് മമ്മി എന്നൊക്കെയാ പറഞ്ഞു. ഈ ആർമർ എന്നുള്ള വേർഡൊക്കെ മോൻ അറിയാവോന്നും ഇതൊക്കെ എങ്ങനെയാ പറയുന്നൊന്നും എന്നും എനിക്കറിയില്ല. കാരണം അതിനുള്ള ഇതൊന്നുമില്ല. 6 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് അങ്ങനെ ഉള്ള ഒരു വിവരം ഒന്നും കുഞ്ഞിനില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ ഏഞ്ചൽസ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡാന്ന്. ഏഞ്ചൽസ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡാ മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അനുഭവം. ആമേൻ. ദൈവം തെരഞ്ഞെടുത്ത പൈതലാ, പക്ഷെ അവനെ ചിലത് ആമേൻ ഈ ചെറുപ്രായത്തിൽ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുവാന് ആമേൻ സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നി. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള സന്തതിക്ക് ആമേൻ നിരന്തരമായിട്ടുള്ള ഇത് വരും. പക്ഷെ മാതാപിതാക്കൾ എത്രത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവ് നിൽക്കുകയും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ളതെല്ലാം ആമേൻ ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. വാഗ്ദത്തം വലുതാകും തോറും ആ വാഗ്ദത്തത്തിൽ കൊണ്ട് എത്തിക്കാനുള്ള ആ ഒരു കടമ്പ, ആ ഒരു ഇത് വളരെ വലുതാണ്. ആമേൻ. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ നമ്മൾ പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. ആമേൻ. സ്തോത്രം. സിസ്റ്ററൊക്കെ എവിടെ നാട്ടിൽ വിശ്വാസത്തിലായിരുന്നോ എങ്ങനെയാ? അത് ആന്റി നാട്ടിൽ എന്റെ വീട് കോട്ടയത്താണ്, കറുകച്ചാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആദ്യം ഞങ്ങളൊരു CSI ചർച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രദറൻ ചർച്ചിൽ വന്നു. ബ്രദറൻ ചർച്ചിൽ നിന്ന് എന്നെ മാരേജ് ചെയ്ത് അയച്ചത് ഒരു ബെന്തക്കോസ് വിശ്വാസത്തിലേക്കാണ്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു വരി. ഇപ്പോഴും എന്റെ വീട്ടുകാരൊക്കെ ബ്രദറൻ ചർച്ചിൽ തന്നെയാ. പക്ഷെ ഞാനും ഒരു തികച്ചും ബ്രദറൻ വിശ്വാസിയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ആമേൻ വിയോജിച്ച് നിൽക്കുകയും അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഇതായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാനൊരു നേഴ്സായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും ഒക്കെ പോകാൻ ആമേൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാവും പോകാനുള്ള, പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ആയിട്ട് എന്താ പറഞ്ഞേ, ഈ ഗൾഫിലോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ മാത്രം വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു. അങ്ങനെ ഗൾഫിൽ വന്നു, ഞാനിവിടെ വന്നു. കുറച്ചുനാൾ ഞാൻ ജോലിക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഇവിടെ വന്നു, എനിക്ക് മിനിസ്ട്രിയിൽ തന്നെ ജോലി കിട്ടി. പക്ഷെ അതിനൊക്കെ ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ ഒരു ജോലിയൊക്കെ കിട്ടുന്നിടം വരെ ഞങ്ങള് എന്താ പറഞ്ഞേ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറയട്ടെ, ഞാൻ ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടാണ് ദൈവം എന്നോട് ഇടപെടുന്നത്. അവൻ സ്തോത്രം. ഞാൻ മറ്റുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലാത്ത ആളായിരുന്നുവെങ്കിലും ദൈവം എന്നെ എക്സ്പീരിയൻസ് ചെയ്ത് എന്നെ പഠിപ്പിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നു.
തന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും നാൾ നിന്ന ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് മാറിയപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചാണത്, ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്താ ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് എനിക്കിപ്പൊ ഈ ദൈവത്തെ ഇത്രമാത്രം സ്തുതിക്കുവാനും പറയുവാനും ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും എനിക്ക് കഴിയുന്നത്. അല്ല, ദൈവം എനിക്ക് തന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു ഇവിടെ. പക്ഷെ എനിക്ക് ഒരു വർഷക്കാലം എനിക്ക് നഴ്സിംഗ് ജോലിയൊന്നും കിട്ടിയില്ല. നമുക്കറിയാലോ, നഴ്സസിന് പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷെ ഈ ഒരു വർഷക്കാലം കർത്താവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനും ഇതിലൊന്നും ഞാൻ വിശ്വസിച്ചിരുന്ന അല്ല, ഞാൻ എപ്പോഴും മറുത്തു പറഞ്ഞിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനും ഞാൻ സൺഡേ സ്കൂളിലൊന്നും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവവചനം ഞാൻ ഒന്നും വലുതായിട്ടില്ലായിരുന്നു. പക്ഷെ ആ ഇരുന്ന ഒരു വർഷം കൊണ്ട് ഞാൻ ബൈബിള് മൊത്തം വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ ആരംഭിച്ചു. ഞാൻ എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, അപ്പാ അങ്ങനെ വചനം പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വചനത്തിന്റെ മർമ്മങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്നു. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ എന്തെങ്കിലും എന്റെ മനസ്സിലായിട്ട് ഒരു സെന്റൻസ്, ഒരു വേഴ്സ് കിട്ടിയാൽ ആ വേഴ്സിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പല വാക്യങ്ങളും ഞാൻ ബൈബിൾ തിരിക്കുമ്പോഴും മറിക്കുമ്പോഴും ഒക്കെ തരും എനിക്ക്. അങ്ങനെ വചനം പറയാനും ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ് എന്റെ കർത്താവ് എനിക്ക് ഇവിടെ തന്നു. ആ ഒരു പീരീഡിൽ എന്നെ അങ്ങനെയൊക്കെയും കടത്തി വിട്ടിട്ട്, ആമേൻ, സ്തോത്രം. ഇത് ഈ സമയം ഈ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴെന്ന് ചോദിച്ചാൽ എന്റെ ലൈസൻസിന്റെ പ്രോസസ്സിങ് നടക്കുക. സാധാരണ എല്ലാവർക്കും ലൈസൻസ് പെട്ടെന്ന് കിട്ടാറുണ്ട്. ആമേൻ, 1.5 മാസം കൊണ്ട് കിട്ടുന്ന ലൈസൻസ് എനിക്ക് ഒരു 5 മാസം കൊണ്ടാണ് കിട്ടുന്നത്. കാരണം എന്തൊക്കെയോ കാരണത്താലൊക്കെ എന്റെ ലൈസൻസിന്റെ പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ വരുക. അപ്പൊ ആ സമയത്തെല്ലാം ഒട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ നിന്ന് ഓരോന്ന് പ്രാപിക്കാനും ഒക്കെ ദൈവം എന്നെ പരിശീലിപ്പിച്ചു. അങ്ങനെ ഹല്ലേലൂയ, എന്റെ ലൈസൻസ് എന്റെ കയ്യിൽ കിട്ടിയപ്പം ഞങ്ങൾ ആദ്യം കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് CV കൊടുക്കാൻ പോയി. ആ കൊടുക്കാൻ പോയ വഴി തെറ്റിപ്പോയിട്ട് എന്നെയും കൊണ്ടുപോയ അങ്കിളും ആന്റിയും കൂടെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് അങ്ങ് പോയി. അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആരോടോ ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും CV കൊടുക്കാൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അപ്പൊ ഒരാൾ പറഞ്ഞു, ഇന്നിടത്ത് എന്നാ CV കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട് CV കൊടുത്തു. അങ്ങനെ CV കൊടുത്തിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ അവരെന്നോട് അപ്പൊ അനേക കാൻഡിഡേറ്റ്സ് അവിടെ വന്നിട്ടുണ്ട് CV കൊടുക്കാനൊക്കെ. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നുമില്ല, വെറും ഒരു CV മാത്രം കൊണ്ടാ ഞാൻ അന്ന് അവിടെ പോയത്. ആമേൻ, സ്തോത്രം. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു, ഫോട്ടോ ഉണ്ടോ കയ്യില്? എന്റെ ഫോട്ടോ ഇല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അവരെനിക്കൊരു ആപ്ലിക്കേഷൻ എടുത്തു തന്നു. ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പോലും ട്രാൻസ്ക്രിപ്റ്റിലെ ഡേറ്റുകളും ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് അറിയില്ല. അതൊന്നും ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തത്. ഫോട്ടോയൊന്നും ഒട്ടിക്കാതെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോന്നു. അപ്പൊ എന്റെ കൂടെ വന്ന ആന്റി അങ്കിൾ എന്നോട് പറഞ്ഞു, ലിജിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇനി ഇതിൽ എന്തെങ്കിലും നടന്നാൽ ഇതൊരു വലിയ ദൈവപ്രവൃത്തിയായിട്ട് കരുതിക്കോ. ഇന്ന് മുതൽ ഇതിനു വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചോ. കാരണം ആ CV ഇൻകംപ്ലീറ്റ് ആണ്, അതിനകത്ത് ഫോട്ടോ ഇല്ല. അവര് ചോദിച്ച സർട്ടിഫിക്കറ്റ്സ് ഒന്നും കൊടുക്കാൻ എന്റെ ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മടങ്ങി പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പം ആമേൻ, സ്തോത്രം, അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ആമേൻ, സ്തോത്രം. എനിക്ക് ഉറപ്പായിട്ടും എനിക്കറിയാം അതൊരു വലിയ ദൈവപ്രവൃത്തിയാ. കാരണം ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളായിട്ട് പെൻഡിങ് ആയിട്ട് കിടന്നപ്പം എന്നെ ഒരു ട്രെയിനിങ് ബില്ലിലൂടെ ദൈവം കടത്തിവിട്ട് എന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ച് ആമേൻ, എന്നെ ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം കർത്താവ് എനിക്ക് ജോലിക്കുള്ള ഓപ്പണിങ് അവിടെ തുറക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. MOHന്റെ എക്സാം എഴുതിയിട്ട് വിതിൻ 3 months മിനിസ്ട്രിയിൽ തന്നെ ജോലിക്ക് കയറുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും ഒരു പക്ഷേ. കാരണം 1 വർഷമായിട്ട് ഇന്റർവ്യൂ പാസ്സായിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു ആ സമയത്ത്. എന്നോട് ഇത് പറഞ്ഞ ആള് ആമേൻ 1 വർഷമായിട്ട് ഇന്റർവ്യൂ പാസ്സായി നിൽക്കും, അതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഹല്ലേലൂയ, എനിക്ക് ദൈവം തുറന്നപ്പോൾ വലിയ ഒരു മിനിസ്ട്രിയിൽ തന്നെ എനിക്ക് ആദ്യത്തെ ജോലി. എനിക്ക് വേറെ ഗൾഫ് എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല, കേരളത്തിൽ മാത്രം വർക്ക് ചെയ്ത എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അതൊന്നും എന്റെ പ്രൊഫൈലൊന്നും എന്റെ ദൈവത്തിന് വേണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. അങ്ങനെ അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. വിതിൻ 3 months കൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. പക്ഷെ അതിനൊക്കെ മുമ്പ് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ ജോലി കിട്ടാന്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ചെറുപ്പറായം മുതലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ ദൈവം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെയും വിടുതൽ തന്നു. പക്ഷെ ജോലിയുടെ കാര്യം വന്നപ്പോൾ അവിടെ കുറച്ച് ഡിലേ വന്നു. പക്ഷേ എങ്കിലും ദൈവം ഏറ്റവും മാനിച്ചു. ആമേൻ. ഇവിടെ മിനിസ്ട്രിയിൽ തന്നെ, ഇവിടെ അടുത്ത് തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. വേർപാടിന്റെ
അതായ അവസ്ഥ ഇത് വെച്ച് പഠിച്ചാല് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിന്നുപോയെന്നാണ് ഇന്ന് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ആ അത്ഭുതത്തിന്റെ പ്രവൃത്തി ഇന്നും ഉണ്ടെന്ന് സിസ്റ്ററെ കർത്താവ് എന്തോ ചെയ്തു? പഠിപ്പിച്ചു. പരിശുദ്ധ പ്രവൃത്തി ഒരിക്കലും നിന്നു പോകുന്നതല്ല. ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിലൂടെ കൊണ്ടുവന്നിട്ട് കർത്താവ് പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ മനസ്സിലാക്കുവാൻ, പൈതലിലൂടെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. വിനയും കർത്താവ് ബലപ്പെടുത്തട്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ടെ ലിജി സിസ്റ്ററെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പാ ഹല്ലേലൂയ, നല്ല സമയത്തിനായി നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഒന്നിച്ച് ആയിരിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാനും ഒക്കെ സ്വർഗ്ഗത്തിലെ അപ്പം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്തദാസിയുടെ ശുശ്രൂഷയെ സ്വർഗ്ഗം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ജോയ്സ് ടിവിയിലെ ഈ ഒരു പ്രോഗ്രാം ഹല്ലേലൂയ ഒരു പ്ലാറ്റ്ഫോം ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് വിടുതലും ഹല്ലേലൂയ ആശ്വാസവുമായി തീരുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്തദാസിയെ കുടുംബമായോർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകൾ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഹല്ലേലൂയ ശുശ്രൂഷകളെയൊക്കെയും ദൈവസ്ഥനെ ഏൽപ്പിക്കുന്നു, അടിയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കൃപയിൽ അവിടുന്ന് മറയ്ക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ. സ്ഥലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോട് കൂടെ വന്ന് കർത്താവ് വിടുവിച്ച വലിയ വിടുതലിനെ ഷെയർ ചെയ്യുവാൻ ഇടയാക്കിയതിന് നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും അനേക ഇടത്ത് കടന്നുപോയി കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ പറയുവാൻ കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ഓക്കെ, താങ്ക്സ്. ഓക്കെ ആൻഡി, താങ്ക് യു.